ദൈവജനമേ ഈ ബലിവേദിയിൽ ബലിയേകാം വരുവിന്നൊന്നായി ദൈവജനമേ ഈ ബലിയാഗവേദിയൊരുക്കാം വരുവിന്നൊന്നായി ദൈവജനമേ ഈ ബലിവേദിയിൽ ബലിയേകാം വരുവിന്നൊന്നായി ദൈവജനമേ സ്നേഹപിതാവാം ദൈവത്തിനായി ബലിയാകാൻ വരുവിന്നൊന്നായി ദൈവജനമേ സ്നേഹപിതാവാം ദൈവത്തിനായി ബലിയാകാൻ വരുവിന്നൊന്നായി ദൈവജനമേ വിശുദ്ധിതൻ ബലിപീഠേ കർത്താവിൻ കബറിടെ അനുരഞ്ജിതരായി ബലിയാകാം കടങ്ങൾ തൻ പൊറുതിക്കും പാപത്തിൻ മുക്തിക്കും അനുതാപമോടൊന്നായി അണയാം വിശുദ്ധിതൻ ബലിപീഠേ കർത്താവിൻ കബറിടെ അനുരഞ്ജിതരായി ബലിയാകാം കടങ്ങൾ തൻ പൊറുതിക്കും പാപത്തിൻ മുക്തിക്കും അനുതാപമോടൊന്നായി അണയാം ഈ തിരുയാഗവേദിയൊരുക്കാം വരുവിന്നൊന്നായി ദൈവജനമേ ഈ ബലിവേദിയിൽ ബലിയേകാം വരുവിന്നൊന്നായി ദൈവജനമേ കാലിത്തൊഴുത്തിൽ നാഥൻ പിറന്നതിൻ സ്മരണകളുണരുമി ബലിവേളയിൽ കാലിത്തൊഴുത്തിൽ നാഥൻ പിറന്നതിൻ സ്മരണകളുണരുമി ബലിവേളയിൽ മോദമോടേവം ഒന്നായി വാഴ്ത്തിടാം സ്നേഹമീ കൂട്ടായ്മയിൽ മോദമോടേവം ഒന്നായി വാഴ്ത്തിടാം സ്നേഹമീ കൂട്ടായ്മയിൽ സ്നേഹപിതാവിൻ സന്നിധിയിൽ വിശുദ്ധിതൻ ബലിപീഠേ കർത്താവിൻ കബറിടെ അനുരഞ്ജിതരായി ബലിയാകാം കടങ്ങൾ തൻ പൊറുതിക്കും പാപത്തിൻ മുക്തിക്കും അനുതാപമോടൊന്നായി അണയാം ഈ തിരുയാഗവേദിയൊരുക്കാം വരുവിന്നൊന്നായി ദൈവജനമേ ഈ ബലിവേദിയിൽ ബലിയേകാം വരുവിന്നൊന്നായി ദൈവജനമേ കാൽവരിമലയിൽ നാഥൻ സമർപ്പിച്ച മാംസനിണങ്ങളീ ബലിപീഠത്തിൽ കാൽവരിമലയിൽ നാഥൻ സമർപ്പിച്ച മാംസനിണങ്ങളീ ബലിപീഠത്തിൽ വിശുദ്ധിയോടേവം സ്വീകരിച്ചിടാം ദിവ്യമീ കൂദാശയിൽ വിശുദ്ധിയോടേവം സ്വീകരിച്ചിടാം ദിവ്യമീ കൂദാശയിൽ ദൈവപിതാവിൻ ആലയത്തിൽ വിശുദ്ധിതൻ ബലിപീഠേ കർത്താവിൻ കബറിടെ അനുരഞ്ജിതരായി ബലിയാകാം കടങ്ങൾ തൻ പൊറുതിക്കും പാപത്തിൻ മുക്തിക്കും
വരുവിൻ ഒന്നായി ദൈവജനമേ, ഈ ബലിവേദിയിൽ ബലിയേകാൻ. വരുവിൻ ഒന്നായി ദൈവജനമേ, സ്നേഹപിതാവാം ദൈവത്തിനായി ബലിയാകാൻ. വരുവിൻ ഒന്നായി ദൈവജനമേ, വിശുദ്ധിതൻ ബലിപീഠേ കർത്താവിൻ കബറിടെ അനുരഞ്ജിതരായി ബലിയാകാം. കടങ്ങൾ തൻ പൊറുതിക്കും പാപത്തിൻ മുക്തിക്കും അനുതാപമോടൊന്നായി അണയാം. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മുടെ ഇടവകയിൽ ഒരുപക്ഷെ ഇടവകയായിട്ട് ആദ്യത്തെ ഹോളി കമ്മ്യൂണിയൻ സ്വീകരണമാണ് നമ്മുടെ 7 കുഞ്ഞുങ്ങൾ നടത്തുന്നത്. ഈ കുഞ്ഞുങ്ങൾക്കും അതുപോലെ ഇവരുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും വളരെ സന്തോഷം നിറഞ്ഞ ഈ ദിവസത്തിലേക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാമെന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ഇടവകയിലേക്ക് ഹൃദയപൂർവ്വം ഈ ഇടവകയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. 1-2 കാര്യങ്ങൾ. നമ്മുടെ ഹോളി കമ്മ്യൂണിയൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നമ്മൾ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ഒക്കെ ഉണ്ട്. അവരായിരിക്കും ഫോട്ടോ എടുക്കുന്നത്. ആരും മൊബൈൽ ഫോണിലൊന്നും പള്ളിക്കകത്ത് എടുക്കരുത്. പുറത്ത് നിങ്ങൾ യു ആർ ഫ്രീ ടു ടേക്ക്. അകത്ത് അവർ തന്നെ എടുക്കുന്നതായിരിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചൊക്കെ ചെയ്യാം. ഇൻ കേസ് ഓഫ് അർജൻസി അവർ ഫയർ എക്സിറ്റ് ഈസ് ജസ്റ്റ് ബിഹൈൻഡ്. താങ്ക് യു. നമ്മൾ ഇനി അടുത്ത ശുശ്രൂഷ ലൈറ്റിംഗ് ഓഫ് ദ ലാംപ്സ് ആണ്. ലോകത്തിൻ്റെ വെളിച്ചമായ ഈശോയെ ധ്യാനിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ഇനി ജീവിതത്തിൽ ഏറ്റവും വെളിച്ചമായി ഈശോയുടെ വെളിച്ചമാണ് ഉണ്ടാവേണ്ടത്. നമുക്ക് ആ ഒരു ഓർമ്മയോടുകൂടി കുഞ്ഞുങ്ങൾ ഇപ്പോൾ നിലവിളക്ക് തെളിക്കുന്ന ശുശ്രൂഷയാണ് നടക്കുന്നത്. നിത്യമാം പ്രകാശമേ നയിക്കുകെന്നെ നീ, ചുറ്റിലും ഇരുൾ പരന്നിടുന്ന വേളയിൽ അന്ധകാരപൂർണമായ രാത്രിയാണ് പോ. എൻ ഗൃഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ. നീ നയിക്കുക സാഗരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. നീ നയിക്കുക സാഗരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. ഏറെ ദൂരെയുള്ള നല്ല കാഴ്ച കാണുവാൻ അല്ല എൻ്റെ അർത്ഥനകൾ നിൻവരത്തിനായി. എൻ്റെ പാദമൊന്നു നീ നയിക്കിലെത്രയും, എൻ്റെ മാർഗദീപമേ എനിക്കു തൃപ്തിയായി. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. ഞാൻ കടന്നു പോന്ന കാലമോർക്കുമെങ്കിലോ, ഞാൻ മതി എനിക്കു തന്നെ എന്ന ചിന്തയാ. എൻ്റെ മാർഗം എൻ്റെ ഇഷ്ടമെന്ന പോലെയാ. നിന്റെ രക്ഷണീയ പാത തേടിടാതെ ഞാൻ. നീ നയിക്കുക സാദരം വിഭോ,
പ്രകാശധാര തൂകി നീ നയിക്കുക, നീ നയിക്കുക. സാദരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. അടുത്തത് റിന്യൂവിങ് ഓഫ് ദി ബാപ്റ്റിസ്മൽ പ്രോമിസസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം ഉച്ചത്തിൽ പറയണം കേട്ടോ. അച്ഛൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം വ്യക്തമായി ഉച്ചത്തിൽ പറയുക. വത്സല കുഞ്ഞുങ്ങളെ, നിങ്ങൾ മാമോദീസ വഴിയാണ് തിരുസഭയിലേക്ക് പ്രവേശിച്ചതും സ്വർഗത്തിന് അവകാശികളായതും. അന്ന് നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നിങ്ങൾക്ക് വേണ്ടി വിശ്വാസസത്യങ്ങൾ ഏറ്റുപറഞ്ഞു. ഇപ്പോൾ ഈശോയെ കൈക്കൊള്ളുന്നതിന് മുമ്പ് ഈ വിശ്വാസസത്യങ്ങൾ നിങ്ങൾ തന്നെ ഏറ്റുപറയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് അവിടുത്തെ ഏകപുത്രൻ ഈശോ മിശിഹായിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും കത്തോലിക്ക തിരുസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ആയുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? മാമോദീസായിൽ നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തു. ആ വാഗ്ദാനങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് നവീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തിൻ്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നവനുമായ പിശാചിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? താങ്ക് യു. പ്രിയ കുട്ടികളെ, നമ്മുടെ ദൈവം നിങ്ങളുടെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാമോദീസായിൽ ചെയ്തതും ഇന്ന് ആവർത്തിച്ചതുമായ ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ശരീരത്തെ മനോഹര വസ്ത്രം കൊണ്ട് എന്ന പോലെ നിങ്ങളുടെ ആത്മാവിനെ വരപ്രസാദം കൊണ്ട് ദൈവം ഇതാ അലങ്കരിച്ചിരിക്കുന്നു. ആകയാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഖമാരുടെ അപ്പം നിങ്ങൾ ഭക്ഷിക്കുവിൻ. ഈശോ എന്നും നിങ്ങളിൽ ജീവിക്കുവാൻ നിങ്ങൾ അനുവദിക്കുകയും ചെയ്യുവിൻ. Now you can blow off your candles. അടുത്തത് മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പ്രാർത്ഥനയുടെ കോപ്പി നിർത്തി ഉച്ചത്തിൽ മാതാപിതാക്കൾ ഏറ്റുചൊല്ലുക. സ്നേഹമുള്ളവരെ, ഈ കുഞ്ഞുങ്ങൾ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഈ വിശുദ്ധ കുർബാന നമ്മൾ ഒരുമിച്ച് അർപ്പിക്കുകയാണ്. ഏറ്റവും ഭക്തിയോടെ ശ്രദ്ധയോടെ നമുക്ക് ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാം. എല്ലാവരും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം
പ്രാർത്ഥന നിയോഗം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ കുർബാന ആരംഭിക്കാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിയാം ഗുരുവിൻ സ്നേഹമൊഴിയാകം തിരുമുൻപാകെ അണച്ചിടാം. ഒന്നാം പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനിൻ സ്തുതി തന്നെ സ്തുല മഹിമാവാ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തിന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ.
ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാലെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. താതനുമതുപോലാത്മജനും ഊഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതി തന്നെ സ്തുലമഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവവൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം നീയാകുന്നു. നിന്റെ ശരീര രക്തങ്ങൾ നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനെ ഓർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിന്റെ ശരീര രക്തങ്ങൾ ആദ്യമായി സ്വീകരിക്കുവാൻ അണഞ്ഞിരിക്കുന്ന നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന ഈ ദിവരഹസ്യങ്ങൾ യോഗ്യതാപൂർവം പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും. അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യരുമെന്നെന്നും. അനവധിൻ മമ നാഥാവിൻ മഹിമയ്ക്കളവിൽ അറിവൂ ഞാൻ. തലമുറ തലമുറയോടെന്നും കർമ്മങ്ങൾ വിവരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ.
എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നാം പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഫസ്റ്റ് റീഡിംഗ്. My dear brothers and sisters, a reading from the book of Genesis, chapter 14, verses 17 to 20. Bless me, my Lord. After his return from the defeat of Chedorlaomer and the kings who were with him, the king of Sodom went out to meet him at the valley of Sheva, that is the king's valley. And King Melchizedek of Salem brought out bread and wine. He was priest of God Most High. He blessed him and said, "Blessed be Abraham by God Most High, maker of heaven and earth, and blessed be God Most High, who has delivered your enemies into your hand." And Abraham gave him 1/10 of everything. Then the king of Sodom said to Abraham, "Give me the persons, but take the goods for yourself." But Abraham said to the king of Sodom, "I have sworn to the Lord, God Most High, maker of heaven and earth, that I will not take a thread or a sandal thong or anything that is yours, so that you may not say, I have made Abraham rich. I will take nothing but what the young men have eaten, and the share of the men who went with me, Aner, Eshcol, and Mamre. Let them take their share." ദൈവമായ കർത്താവിനെ സ്തുതി. My dear brothers and sisters, a reading from the book of prophet Malachi, chapter 1, verses 7 to 12. Bless me. By offering polluted food on my altar, and you say,
How have we polluted it? By thinking that the Lord's table may be despised. When you offer blind animals in sacrifice, is that not wrong? And when you offer those that are lame or sick, is that not wrong? Try presenting that to your governor. Will he be pleased with you or show you favor, says the Lord of hosts. And now implore the favor of God, that he may be gracious to us. The fault is yours. Will he show favor to any of you, says the Lord of hosts? Or that someone among you would shut the temple doors, so that you would not kindle fire on my altar in vain. I have no pleasure in you, says the Lord of hosts, and I will not accept an offering from your hands. For from the rising of the sun to its setting, my name is great among the nations, and in every place incense is offered to my name, and your offering. For my name is great among the nations, says the Lord of hosts. But you profane it when you say that the Lord's table is polluted, and the food for it may be despised. ദൈവമായ കർത്താവിനെ സ്തുതി. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുരഹസ്യത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുരഹസ്യത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുരഹസ്യത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുരഹസ്യത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. My dear brothers and sisters, a reading from the first letter of St. Paul to Corinthians, chapter 11, verses 23 to 30. Bless me, my Lord. For I received from the Lord what I also handed on to you, that the Lord Jesus, on the night when he was betrayed, took a loaf of bread, and when he had given thanks, he broke it and said, "This is my body that is for you.
Do this in remembrance of me. In the same way he took the cup also after supper, saying, This cup is the new covenant in my blood. Do this as often as you drink it, in remembrance of me. For also often as you eat this bread and drink the cup, you proclaim the Lord's death until he comes. Whoever therefore eats the bread or drinks the cup of the Lord in an unworthy manner will be answerable for the body and blood of Christ. Examine yourselves, and then eat of the bread and drink of the cup. For all who eat and drink without discerning the body, eat and drink judgment against themselves. For this reason many of you are weak and ill, and some have died. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയാ പാടിയിടുന്നേ, ഹല്ലേലൂയാ 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 പാടിയിടുന്നേ, ഹല്ലേലൂയാ ഹല്ലേലൂയാ. നല്ലൊരാശയമിന്മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിതൻ തൂലിക പോലെന്നാവിപ്പോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയാ പാടിയിടുന്നേ, ഹല്ലേലൂയാ 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 പാടിയിടുന്നേ, ഹല്ലേലൂയാ ഹല്ലേലൂയാ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 6 തിരുവചനങ്ങൾ 47 മുതൽ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരുവാൻ ഇവൻ എങ്ങനെ കഴിയും എന്നവർ ചോദിച്ചു. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചുവെങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളിന്ന് വായിച്ചു കേട്ട ഈ സുവിശേഷത്തിൽ ഈശോ നൽകിയ വാഗ്ദാനം നിങ്ങൾ സ്വന്തമാക്കുവാണ്. That means from today onwards, in a special manner, you are inheriting the right in Jesus by indwelling Jesus in you and Jesus, you are in Jesus. That Jesus says that, എന്നെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനകം ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഇറ്റ്സ് എ മ്യൂച്വൽ ലിവിങ്. So from today onwards, Jesus is going to live in you and you in Jesus in a special manner. That is through the body and blood of Jesus. ഈശോ പറയുന്നുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന്. So it is a promise of eternal life. Eternal life does not mean the long of time or the longness or, but it is a എന്താണ്, ഈശോയുടെ ജീവനിൽ ഉള്ള ഐക്യപ്പെടലാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, ഈശോ അവസാന തൻ്റെ അന്ത്യത്താഴ് ദിനത്തിൽ ശരീരമെടുത്ത് വാഴ്ത്തി തൻ്റെ അപ്പമെടുത്ത് വാഴ്ത്തി ശരീരമായും വീഞ്ഞെടുത്ത് കാസായെടുത്ത് വാഴ്ത്തി രക്തമായും കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരവും എൻ്റെ രക്തവുമാണെന്ന്. അപ്പോൾ വാട്ട് ജീസസ് ടോൾഡ് ഇൻ ദിസ് ഗോസ്പൽ, that is what has happened on the last supper. ഈശോ ഇന്ന് ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ആണ് പൗലോസ്ലീഹ ഈശോ ചെയ്തതായിട്ട് പറയുന്നത്. അവസാന അത്താഴ നിമിഷത്തിൽ ഈശോ ചെയ്ത കാര്യങ്ങൾ പൗലോസ്ലീഹ പ്രത്യേകം പറയുന്നു, ഇത് ഭക്ഷിക്കുകയും പാനം ചെയ്യുന്നവൻ എപ്പോഴും ഒരു ആത്മപരിശോധനയോടുകൂടി, കാരണം പ്രസാദപരാവസ്ഥയിൽ നമ്മളത് സ്വീകരിക്കണം. എങ്ങനെയാണ് ഈ പ്രസാദപരാവസ്ഥയുണ്ടാവുക? വി ഓൾ ആർ ഹ്യൂമൻ. നമുക്കെല്ലാം ബലഹീനതയുണ്ട്, പാപമുണ്ട്. അതിനാണ് നമുക്ക് സക്രമെൻ്റ് ഓഫ് കൺഫഷൻ നൽകിയിരിക്കുന്നത്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ കുമ്പസാരിച്ച് ഏറ്റവും വിശുദ്ധിയോടെയാണ് സ്വീകരിക്കുന്നത്. സോ ദിസ് ഡേ ഇറ്റ് ഷുഡ് ബി വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ഇൻ യുവർ ലൈഫ്. 28th May 2022 is one of the most important days in your life. എന്താണ് ഈ ഒരു ദിവസം? ഒരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ല. This is the day on which Jesus has come into you in a special manner in form of Holy Kurbana. I still remember my day of first Holy Communion. It was in 1978. 1978 മെയ് മാസത്തിലാണ് ഞാൻ സ്വീകരിച്ചത്. അന്ന് ഇത്ര ആഘോഷങ്ങളൊന്നുമില്ല. നടന്നൊക്കെ പോയി കോഴിവാലിനും കോളാമ്പിപ്പൂവും കൊണ്ടൊക്കെ ചെണ്ടൊക്കെ ഉണ്ടാക്കി നമ്മൾ ഒന്ന് ചെണ്ടൊക്കെ സ്വന്തം ഉണ്ടാക്കിക്കൊണ്ടൊക്കെ പോകണം. അതാണ് കോഴിവാലം പൂവായിരുന്നു മെയിൻ ഐറ്റം. അതൊക്കെ വെച്ചുണ്ടാക്കി നടന്നു പോയി. ഞങ്ങൾ 3 കൂട്ടുകാർ, അടുപ്പിച്ചുള്ള വീട്ടിൽ 3 കൂട്ടുകാരുണ്ടായിരുന്നു, ഒരുമിച്ച് പോയി. പക്ഷേ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. വലിയ ഇടവകയായിരുന്നുണ്ട്, ഒത്തിരി പേരുണ്ടായിരുന്നു. ഒരു വലിയ ഇപ്പോഴും അതിൻ്റെ ഓർമ്മയുണ്ട്. അന്നെടുത്ത ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ് ആദിറുബാനസ് കുട്ടിയുള്ള പിന്നീട് ഓർമ്മകൾ നമ്മൾ നിലനിർത്തിയത്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളൊന്നായി നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ഉണ്ടാകും. ദർ വിൽ ബി മെനി ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, ബട്ട് ദിസ് ഷുഡ് ബി വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്. ഈശോയെ ആദ്യമായി എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു. നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പഠിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ ഒരുങ്ങി. ഒപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീടുകളിലൊക്കെ ആഘോഷമുണ്ടാവും. യു വിൽ ഗെറ്റ് സോ മെനി ഗിഫ്റ്റ് ഓർ പ്രൈസസ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗിഫ്റ്റ് യു ആർ ഗോയിങ് ടു റിസീവ് ടുഡേ ഈസ് ജീസസ് ഹിംസെൽഫ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കേണ്ട സമ്മാനവും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് വിശുദ്ധ കുർബാനയിലൂടെ ആരംഭിക്കുന്ന ജീവിതം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ കാത്ത് സൂക്ഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുക. അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് തന്നെയാണ്. നിങ്ങളുടെ മാതൃകാപരമായ
ജീവിതം, കൗദാശികപൂർണ്ണമായ ജീവിതം, ഇതൊക്കെ കുഞ്ഞുങ്ങളെ നന്നായി സ്വാധീനിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആൻഡ് അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ നന്ദിയോടെ ഓർക്കണം നിങ്ങളുടെ ടീച്ചേഴ്സിനെ, നിങ്ങളുടെ കാറ്റഗിസം ടീച്ചേഴ്സ്, എല്ലാ കാറ്റഗിസം ടീച്ചേഴ്സിനെയും നിങ്ങൾ be grateful to your catechism teachers, especially to those who are prepared for this Holy Communion, Biju Uncle and Preeti Aunty. എല്ലാവരെയും നിങ്ങൾ ഓർക്കുക, പ്രാർത്ഥിക്കുക. കാരണം അവരാണ് നിങ്ങൾ ഇതിനു വേണ്ടി ദിവസങ്ങളൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. വി ഓൾ ആർ പ്രേയിങ് ഫോർ യു. നിങ്ങളുടെ പാരൻസ് പൈസയൊക്കെ മുടക്കി ധാരാളം സെലിബ്രേഷൻസ് ഒക്കെ നടത്തുന്നു. എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ടു മേക്ക് ദിസ് ഡേ വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് വേണ്ടിയിട്ടാണ് പാരൻസ് എല്ലാം ചെയ്തിരിക്കുന്നത്. നല്ല ഡ്രസ്സ് വാങ്ങിത്തന്നു, അതുപോലെ തന്നെ ചെടിയും മുണ്ടും ചെണ്ടും തിരിയുമൊക്കെ പിടിച്ച് നല്ല സുന്ദരികളുമായി നിങ്ങൾ വന്നിരിക്കുന്നു. ഇതെല്ലാം അവർ ചെയ്തിരിക്കുന്നത് ടു മേക്ക് ദിസ് ഡേ വെരി ഇമ്പോർട്ടൻറ്റ്, സ്പെഷ്യൽ ഡേ ഫോർ യു. സോ ബി ഗ്രേറ്റ്ഫുൾ ടു യുവർ പാരൻസ് ആസ് വെൽ. അവരാണ് നിങ്ങൾക്ക് നല്ല മാതൃക നൽകുന്നത്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെയും ഈ ഇടവക സമൂഹത്തിൻ്റെ എല്ലാം പേരിൽ നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും നന്മകളും ആശംസിക്കുന്നു. ഈശോയുടെ വിശുദ്ധ കുർബാനയോട് നിങ്ങൾ ആരംഭിക്കുന്ന ഈ ജീവിതം ഏറ്റവും നന്നായി വരട്ടെ. ഒരിക്കൽ കൂടി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. So now Karasusa prayer. Let us all stand and pray with joy and exaltation. Lord, hear our prayers. Lord, hear our prayers. Lord Jesus, who is the way, the truth, and the life, we pray to you, please lead us from darkness to light and from death to eternal life. Lord, hear our prayers. Lord Jesus, we pray to you to bless us who are receiving your body and blood for the first time, to grow in wisdom, in age, and in divine and human favor. Lord, hear our prayers. Lord Jesus, who instituted the Holy Eucharist, we pray to you to increase our faith in the Holy Quran and bless us to receive your body and blood in a worthy manner. Lord, hear our prayers. Lord, hear our prayers. Lord Jesus, who taught us those who are pure in heart shall see God, help us to grow in purity of heart. Lord, hear our prayers. Lord, hear our prayers. Lord Jesus, you told us whenever you did this to one of my least of my brothers, you did it to me. As we receive your body and blood, we pray to you to show us the light to see you in those who are in hunger and thirst. Lord, hear our prayers. Lord, hear our prayers. Lord Jesus, the bread of life, we pray to you to bless our parents who are bringing us up in faith, the priests and the religious who are leading us spiritually, and all the teachers who have prepared us to receive you in Holy Communion, and all the friends and relatives who are here to pray for us. Lord, hear our prayers. Lord, hear our prayers. We pray for the well-being of Pope Francis, the head of the Universal Church, the Major Archbishop Ma George Cardinal Alan Jerry, the head of the Syro Malabar Church, Ma Joseph Rampickle, the Bishop of our diocese, and all other bishops and their fellow ministers. Lord, hear our prayers. Lord, hear our prayers. Let us commend ourselves and one another to the Father, the Son, and the Holy Spirit. Lord, our Father, we commend ourselves to you.
കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾക്ക് ആവശ്യമായ തിളക്കുന്നയ്ക്കും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവെ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തനും കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അങ്ങുമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കൈവപ്പോഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. കർത്താവെ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെ മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. മാമോദീസ സ്വീകരിക്കണമേ. ജീവന്റെ അടിയത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങൾ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനി നിലവുമിതാ. പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക നാം. അഖിലരുമൊന്നായി സന്നിധിയിൽ മാനവനിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പാതനും അതുപോലാത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയോസേപ്പിനെയും സാദരമൂർത്തിയിടാം. പാവനമീ ബലിയിൽ ആദിയിലെ പോലെന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും. രാജാവാം ദൈവം
നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോദ്ധാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സകല സൃഷ്ടികൾക്കും ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംസ്ഥാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മെത്രാപ്പൊലീത്തമാരും നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായ സ്നേഹിത വിശ്വാസികളുമായ എല്ലാ ബഹുമാനകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മറിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സുഖരാജ്യത്തിൽ നിത്യജീവനം കാണുവാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ.
സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവാൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധയോടും കൂടെ കർത്താവിനെ നിർവഹിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അതിർപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവാൻ. ഭയഭക്തിജനമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഊഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം ഇസഹാക്യാക്കോബെന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതും സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന. ദാവീദ്
ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ വീണ്ടും വരുവോലും ധന്യൻ ഉന്നത വീതിയിലോശാന ഓശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയും എടുത്ത കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്രയും വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെയും പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപൊലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവും രൂപതാ അധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നകളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും
ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാഥനും രക്ഷകരുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ സംബന്ധമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവായ ദൈവമേ, പാവമാലിന്യങ്ങൾ കഴുകി അങ്ങയുടെ സ്നേഹത്തിന്റെ ദൈവപരിമളത്താൽ എന്നെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയി ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി നല്ല ഇടയാ. എനിക്കറിയാവുന്ന പറഞ്ഞുകളാത്തുമായ എൻ്റെ കടങ്ങളും പാവങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധവും വിശുദ്ധവുമായ ബലിപീഠത്തിന് മുമ്പ് നിൽക്കുന്ന ഈ ശുശ്രൂഷയെ സുഗന്ധപൂരിതനാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഈ ജനത്തെ വിശുദ്ധ പരിമളത്താൽ പൂരിതനാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കലർ സാദൃശ്യവും അവിടുത്തെ സിംഹാസനമായ ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമ്മൾ എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം.
അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുത്തിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്കു നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നമതനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾ ശിക്ഷിക്കാതെ കാരണമാകാതെ കടങ്ങളുടെ വൃതിക്കും പാവങ്ങളുടെ മുയത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കും ദാനമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്ക് കാരണമാകട്ടെ. ഞങ്ങളുടെ രാജാവായ മിശിഹായെ, നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കറകളും കടങ്ങളും നിന്റെ ശരീരരക്തങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണ്ണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടുകൂടി നിന്നെ ഏൽക്കുവാനും സ്വർഗീയ ഗുണങ്ങളോടുകൂടി നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപ വരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവിതായികവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. Soul of Christ, body of Christ, blood of Christ, water from the side of Christ, passion of Christ, O good Jesus, within your wounds, permit me not from the wicked foe at the hour of my death, and bid me to come. Stand up. O sacrament. O sacrament most holy, O sacrament divine, all praise and all thanksgiving be every moment thine. O sacrament most holy, O sacrament divine, all praise and all thanksgiving be every moment thine. O sacrament most holy, O sacrament divine, all praise and all thanksgiving be every moment thine. പരിശുദ്ധാത്മാവിന്റെ കൃപ വരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതായികവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരോടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തെയും പൗത്രീകരിക്കുന്ന തന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവർത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാനും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ അച്ചാരം നിന്റെ കാരുണ്യാതിരകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും
മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്റെ സന്നദ്ധയിൽ പ്രീതിജനകമാംവിധം വർത്തിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും എന്റെ രക്തം പാനം ചെയ്യും മാനവനെന്നിൽ നിവസിക്കും. അവനിൽ ഞാനും നിശ്ചയമായി വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലും നീ ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയെഴും രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി. കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമല്ലോ എന്നറിഞ്ഞോളാം. നിത്യപുരോഹിതനായ ഈശോ അങ്ങേ ദാസരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവിടെ കരങ്ങളെ മല്ലമാകാതെ കാക്കണമേ. അങ്ങേ വലിയ രക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരത്വത്തിന്റെ മനിയമുതൽ പരിച്ചിരിക്കുന്ന അവിടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മതത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ പല സമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവിടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇതിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. അങ്ങയോട് കൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ ഉത്സുകരാകട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനി സന്യാസിമാരെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ.
ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞ പരിശുദ്ധ കന്യക മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. അടുത്തതായിട്ട് കുഞ്ഞുങ്ങളെ മാതാവിന് പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും കുഞ്ഞുങ്ങൾക്ക് ജപമാലയും ഉത്തരീയവും നൽകുന്ന കർമ്മമാണ്. നമ്മുടെ ഇംഗ്ലണ്ടിലുള്ള എയിൽസ്ഫോർഡിൽ പരിശുദ്ധ കന്യക മറിയം വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പ്രതിഷ്ഠപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക അടയാളമായി നൽകിയതാണ് ഉത്തരീയമെന്ന് നമുക്കറിയാം. ഇന്ന് നമ്മുടെ രൂപതയുടെ ഒഫീഷ്യൽ പിൽഗ്രിമേജ് എയിൽസ്ഫോർഡിലേക്ക് നടക്കുകയാണ്. അവിടെ ഇപ്പോൾ ഇന്ന് കർമ്മങ്ങൾ നടക്കുന്നു. ഉച്ചകഴിഞ്ഞ് അന്നേ ദിവസം തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് മാതാവിനെ പ്രതിഷ്ഠിക്കുവാനും ഉത്തരീയം സ്വീകരിക്കാൻ നൽകിയ കൃപയോർത്ത് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ നാഥേ, അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും ഭാഗ്യപ്പെട്ട സംരക്ഷണത്തിനും അങ്ങേ കാരുണ്യ ഹൃദയത്തിനുമായി ഇവരുടെ ശരീരത്തെയും ആത്മാവിനെയും ഇന്നും എപ്പോഴും ഇവരുടെ ജീവിതത്തിന് എല്ലാ ദിവസവും ഇവരുടെ മരണനേരത്തും ഞാൻ ഏൽപ്പിക്കുന്നു. അങ്ങേ പരിശുദ്ധ മാധ്യസ്ഥവും യോഗ്യതകളും മൂലം ഇവരുടെ എല്ലാ പ്രവൃത്തികളും വിചാരങ്ങളും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. അങ്ങയുടെയും അങ്ങേ പ്രിയപുത്രൻ്റെയും ഇഷ്ടാനുസരണം നിയന്ത്രിക്കപ്പെടുവാൻ ഇവരുടെ പ്രത്യാശകളും ആശ്വാസങ്ങളും ഇവരുടെ പരീക്ഷകളും ദുരിതങ്ങളും ഇവരുടെ സ്നേഹവും താല്പര്യങ്ങളും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. പരിശുദ്ധ കന്യാമറിയത്തെ രക്ഷാകർത്താവേ, നിർമ്മലനാഥേ വാഴ്ക, നിർമ്മല കന്യേ വാഴ്ക, നിന്റെ മക്കൾക്കഭയം നിരസിക്കരുതെന്നമ്മേ. നിർമ്മലനാഥേ വാഴ്ക, നിർമ്മല കന്യേ വാഴ്ക, നിന്റെ മക്കൾക്കഭയം നിരസിക്കരുതെന്നമ്മേ. കർത്താവിനെന്നും അമ്മ പാത്രത്തിലെന്നും നീ ധന്യ. കർത്താവിനെന്നും അമ്മ പാത്രത്തിലെന്നും നീ ധന്യ. പാവസർക്കെന്നും നീ മാർഗം അനയരിൽ നിറയും ഭാഗ്യം ഭാഗ്യം. നിർമ്മലനാഥേ വാഴ്ക, നിർമ്മല കന്യേ വാഴ്ക, നിന്റെ മക്കൾക്കഭയം നിരസിക്കരുതെന്നമ്മേ.
സുന്ദര സ്തുതിഗാനങ്ങൾ സുതരിവരൊന്നായി പാടുമ്പോൾ സുരഭില സുന്ദര സ്തുതിഗാനങ്ങൾ സുതരിവരൊന്നായി പാടുമ്പോൾ സ്വർഗം തുറന്നു സരിക്കണമെന്നും കർമ്മലനാദേ തായേ തായേ കർമ്മലനാദേ വാഴ്ക നിർമ്മല കന്യേ വാഴ്ക നിന്റെ മക്കൾക്കഭയം നിരസിക്കരുതെന്നമ്മേ So now you will be given a certificate and a Bible. And this Bible is a gift from this parish. The certificate is a souvenir for memory for this day. Okay? You keep this certificate. We don't have any other document other than this certificate. So all parents, keep this certificate in a safe place. Okay? Now it's time for Thanksgiving from the parents' side.
സ്നേഹബഹുമാനപ്പെട്ട അച്ഛ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും വളരെ സന്തോഷമായിട്ട് കൂടിയൊരു കാര്യമാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ഇരുന്നപ്പോൾ ആലോചിക്കായിരുന്നു, സ്വർഗവും ഭൂമിയും ഒരുപോലെ സന്തോഷിക്കുന്ന ഒരു നിമിഷമായിരിക്കും ഇത്. ഈശോയുടെ മുന്നിൽ 7 വിശുദ്ധ കുഞ്ഞുങ്ങളെ കൊടുക്കാൻ സാധിച്ച ഇടവകയെ ഓർത്ത് നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെയും അഭിമാനത്തോടെ ആയിരിക്കാം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. എല്ലാ കാര്യങ്ങളിലും വളരെ ക്ഷമയോടെയും സ്നേഹത്തോടെയും നന്നായി ഇടവക ജനത്തെ നയിക്കുന്ന വികാരിയച്ഛൻ മാത്യുവച്ഛനെയും ജോമച്ചനെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ അച്ഛന്മാർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. വിശ്വാസത്തിൻ്റെ വിശ്വാസ പരിശീലനം തുടങ്ങുന്ന കുടുംബത്തിൽ നിന്നാണ് നമ്മൾ എപ്പോഴും ഓർക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ മേജർ പാർട്ട് എപ്പോഴും ചെയ്യുക കാറ്റഗിസം ടീച്ചേഴ്സാണ്. ഓരോ കുഞ്ഞിനെയും തൊട്ടറിഞ്ഞ് അവരുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ഓരോ നിമിഷവും കടത്തി അവരെ ഓരോ നിമിഷവും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അവരെ ഒരുക്കിയ, പ്രത്യേകിച്ച് ഈ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കിയ പ്രീതി ടീച്ചറിനെയും ബിജു സാറിനെയും പ്രത്യേകം ഓർക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ അവർക്ക് ഒത്തിരി നന്ദിയും ഒത്തിരി കൺഗ്രാറ്റ്സും അറിയിച്ചോളുന്നു. അവരോടൊപ്പം അവരായിരിക്കുന്ന ഈ കാറ്റഗിസം ടീച്ചേഴ്സ്, കാറ്റഗിസം ഹെഡ് ടീച്ചേഴ്സായ ജോൺ ചേട്ടനെയും ഡേവിസ് ചേട്ടനെയും മറ്റെല്ലാ കാറ്റഗിസം ടീച്ചേഴ്സിനെയും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ നന്ദി പറഞ്ഞ് ഓർക്കുന്നു. ഇവിടെ എല്ലാ കാര്യങ്ങളും മനോഹരമാക്കി എല്ലാ കാര്യങ്ങളിലും ഓരോന്നും അറേഞ്ച് ചെയ്യുന്ന ജോസഫേട്ടനെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. മനോഹരമായി ഇരിക്കുന്ന ഈ പൂവുകൾ നമ്മുടെ മനസ്സിന് ഒത്തിരി സന്തോഷം നൽകുന്നത് ഇവിടെ ഇന്നലെയും രാത്രികളിലും ഒക്കെ കഷ്ടപ്പെട്ട് ഇതെല്ലാം ഈശോയുടെ കൂടെയായിരുന്നുകൊണ്ട് ഒരുക്കി തീർത്ത ഈ ചർച്ച് ഡെക്കറേറ്റ് ചെയ്ത ടീമിനെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഒരുപക്ഷെ നമ്മളെല്ലാവരും പ്രാർത്ഥനയിൽ ഒത്തിരി അലിഞ്ഞു ചേർന്ന് ഈശോയോട് കൂടിയായിരുന്നു പ്രാർത്ഥിക്കാൻ പറ്റുന്നത് മധുരമായ ഗാനങ്ങളായിരിക്കാം. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, പലർക്കും നല്ല ഗാനങ്ങൾ കേൾക്കുമ്പോഴാണ് കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റുക. ഈ കൊയർ ടീമിനെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഓൾട്ടർ സർവീസിലെ എല്ലാ കുഞ്ഞുങ്ങളെയും വളരെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഫോട്ടോയും വീഡിയോയും ചെയ്തു തരാൻ ഒഫീഷ്യലായിട്ട് എത്തിയിരിക്കുന്ന വി സ്റ്റുഡിയോ ടീമിനെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. പല ഇടവകകളിൽ നിന്നായിട്ട് ഇവിടെ എത്തി ഈ കുർബാനയിൽ ചേർന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇവരെ പ്രത്യേകം ഇത്രയും നന്നായിട്ട് ഒരുക്കി ബാഹ്യമായും ആന്തരികമായിട്ടും ഒരുക്കി തീർത്ത എല്ലാ മാതാപിതാക്കൾക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. സ്വർഗത്തിലും ഭൂമിയിലും ഇന്നത്തെ VIP-കളായ 7 കുഞ്ഞുങ്ങളെയും നന്ദിയോടെ ഓർക്കുകയും അവരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു സീറ്റ. നമ്മളെ കുറച്ച് ഫോട്ടോ സെഷനാണ്. ആദ്യം ഒരു ഗ്രൂപ്പ് ഫോട്ടോ. കുട്ടികൾ, ഓൾ ഓഫ് യു പ്ലീസ് കം ഫോർവേഡ്. ഹോൾഡ് യുവർ കാൻഡിൽസ്. ടേക്ക് യുവർ കാൻഡിൽസ്. ബെഞ്ചെ വെച്ച് കീപ് ഓൾ അതർ തിങ്സ് ഓൺ യുവർ ബെഞ്ച്. ആഫ്റ്റർ ദിസ് a photo with altar servers and Joseph Payton. ini വേണോ മോഹിനി?